ഹായ് ഓൾ, വെൽക്കം ടു ദി വിറ്റ്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെസൺ 7 ആഫ്റ്റർ 20 ഇയേഴ്സ്. ഹെൻറി എഴുതിയ ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന കഥ സൗഹൃദം, കടമ, വിശ്വസ്തത, തീരുമാനങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ കഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തണുത്തുറഞ്ഞ ഒരു ഡിസംബർ രാത്രി ന്യൂയോർക്ക് നഗരം ഉറങ്ങുന്നു. കാറ്റ് ചീറി വീശുന്നു. ഇടയ്ക്ക് നേരിയ മഴയും. തെരുവിൽ ആളുകളില്ല, വെറും ഒരു പോലീസുകാരൻ മാത്രം. അയാൾ തന്റെ ബീച്ച് പരിശോധിച്ച് നടക്കുകയാണ്. കടകളുടെ വാതിലുകൾ തള്ളി നോക്കുന്നു. കയ്യിലെ വടി കറക്കുന്നു. അപ്പോഴാണ് അടച്ചിട്ട ഒരു ഹാർഡ്വെയർ കടയുടെ വാതിൽക്കൽ സിഗാർ വലിച്ചുകൊണ്ട് ഒരാളെ അയാൾ കണ്ടത്. ആരാ അവിടെ? പോലീസുകാരൻ ചോദിച്ചു. ഞാൻ ഒരു സുഹൃത്തിനെ കാത്തിരിക്കുകയാണ്, ആൾ പറഞ്ഞു. പിന്നെ അവൻ തന്റെ കഥ പറയാൻ തുടങ്ങി. 20 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് ഇതേ സമയത്താണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ ജിമ്മി വെല്ലും പിരിഞ്ഞത്. ഞങ്ങൾ അന്ന് ബിഗ് ജോ ബ്രാൻഡിയുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ജിമ്മി, ഞാൻ പശ്ചിമദേശത്ത് പോകുന്നു ഭാഗ്യം പരീക്ഷിക്കാൻ. അവൻ പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ തന്നെ കാണും. അവസാനം ഞങ്ങൾ ഒരു വാക്ക് കൊടുത്തു. 20 വർഷങ്ങൾക്ക് ശേഷം ഇതേ ദിവസം ഇതേ സമയം ഇതേ സ്ഥലത്ത് കാണണം എന്ന്. ബോബ് തുടർന്നു. ഞാൻ പശ്ചിമദേശത്ത് പോയി. അവിടെ ഞാൻ വലിയ ആളായി. നോക്കൂ, ഈ വജ്രം പതിച്ച വാച്ച് എന്ന് പറഞ്ഞ് അവൻ വാച്ച് കാണിച്ചു. ജിമ്മി എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ പതുക്കെയാണെങ്കിലും വാക്ക് പാലിക്കുന്ന ആളാണ്. അവൻ തീർച്ചയായും വരും എന്ന് ബോബ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പോലീസുകാരൻ ഗുഡ് ലക്ക് പറഞ്ഞു പോയി. അരമണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്നൊരു ഉയരമുള്ള ആൾ വന്നു. കട്ടിയുള്ള ഓവർകോട്ട് കോളർ ഉയർത്തി വെച്ചിരിക്കുന്നു. ജിമ്മിയോ? ബോബ് ചോദിച്ചു. അതെ, ഞാൻ തന്നെ, ആൾ പറഞ്ഞു. രണ്ടുപേരും സന്തോഷത്തോടെ കൈകോർത്തു. പഴയ ഓർമ്മകൾ പറഞ്ഞു നടന്നു. ബോബ് തന്റെ വിജയത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചു. അപ്പോൾ അവൻ ഒരു വെളിച്ചമുള്ള മരുന്ന് കടയുടെ മുന്നിലെത്തി. ആ വെളിച്ചത്തിൽ ബോബ് കൂടെ നടക്കുന്നു. ആളുകളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ ഞെട്ടി. നീ ജിമ്മി അല്ല. അതേസമയം ആൾ പറയുന്നു, അതെ, ഞാൻ ഒരു പോലീസുകാരനാണ്. നിങ്ങളാണ് ചിക്കാഗോയിലെ വേണ്ടപ്പെട്ട കുറ്റവാളി സിൽക്കി ബോബ്. നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ബോബിൻ്റെ കയ്യിൽ വിലങ്ങ് വീണു. അവൻ ചോദിച്ചു, ജിമ്മി എവിടെ? ആ പോലീസുകാരൻ ഒരു കവർ എടുത്തു കൊടുത്തു. ഇത് ജിമ്മി വെൽസ് നിങ്ങൾക്ക് എഴുതിയ കത്താണ്. ബോബ് വിറയ്ക്കുന്നു. കൈകളുടെ കത്ത് തുറന്നു. അതിൽ എഴുതിയത്, പ്രിയ ബോബ്, ഞാൻ സമയത്ത് അവിടെ എത്തിയിരുന്നു. നീ സിഗാർ കത്തിച്ചപ്പോൾ നിന്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. നീ ഇപ്പോൾ ഒരു കുറ്റവാളിയാണ്. എൻ്റെ കടമയും 20 വർഷത്തെ സൗഹൃദവും തമ്മിൽ ഞാൻ ഉരുണ്ടു. സുഹൃത്തിനെ സ്വയം അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മറ്റൊരു ഓഫീസറെ അയച്ചത്. ക്ഷമിക്കണം ജിമ്മി. കത്ത് വായിച്ചു കഴിഞ്ഞ് ബോബ് തല താഴ്ത്തി. 20 വർഷം കൊണ്ട് എല്ലാം മാറി. ബോബ് ധനവാനും കുറ്റവാളിയുമായി. ജിമ്മി ഒരു പോലീസുകാരനായി. പക്ഷേ ഒരു കാര്യം മാറിയില്ല, കൊടുത്ത വാക്ക്. ജിമ്മി പറഞ്ഞു,
പക്ഷെ ഒരു സുഹൃത്തായിട്ടല്ല, കടമ നിറവേറ്റുന്ന ഒരു പോലീസുകാരനായിട്ടാണ്. കാലം ആളുകളെ മാറ്റുന്നു, പക്ഷേ തിരഞ്ഞെടുപ്പുകളുടെ ഫലം നമ്മോടൊപ്പം തന്നും ഉണ്ടാകും. ഈ കഥയിൽ പറയുന്നത് സൗഹൃദം വലുതാണ്, പക്ഷേ കടമ അതിലും വലുതാണ്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദി സെറ്റിംഗ് ഓഫ് ദി സ്റ്റോറി? കഥയുടെ സെറ്റിംഗ് ഏതാണ്? എ ഡെസേർട്ടഡ് നൈറ്റ് ടൈം സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് സിറ്റി ഇൻ ക്ലൗഡ് വിഞ്ചി വെറ്റ് വെതർ. തണുപ്പും കാറ്റും മഴയും ഉള്ള ആളുകളില്ലാത്ത ന്യൂയോർക്ക് നഗരത്തിലെ ഒരു രാത്രി തെരുവ്. വാട്ട് ഡസ് ബീച്ച് മീൻ ഇൻ ദി സ്റ്റോറി? കഥയിലെ ബീച്ച് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പോലീസുകാരൻ പെട്രോളിംഗ് ചെയ്യാൻ നിയോഗിച്ചിട്ടുള്ള പ്രദേശം. ദ ടെറിട്ടറി ദാറ്റ് എ പോലീസ് ഓഫീസർ ഈസ് അസൈൻഡ് ടു പാട്രോൾ. വാട്ട് ഈസ് ദ പോലീസ്മാൻ ഡൂയിങ്? പോലീസുകാരൻ എന്താണ് ചെയ്യുന്നത്? He is on his regular patrol duty, checking routes, drilling his club and staying alert. അയാൾ തന്റെ പതിവ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലാണ്. വാതിലുകൾ പരിശോധിക്കുന്നു, വടി കറക്കുന്നു, ജാഗ്രതയോടെ നിൽക്കുന്നു. Why were the street depopulated? എന്തുകൊണ്ടാണ് തെരുവുകൾ ആളുകളില്ലാത്തത്? Because of the chilly wind and the sudden bursts of rain. തണുത്ത കാറ്റും പെട്ടെന്നുണ്ടായ മഴയും കാരണം. വാട്ട് ഡസ് ദ ക്ലബ് മീൻസ് ഇൻ ദി സ്റ്റോറി? കഥയിലെ ക്ലബ് എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ സ്റ്റോക്ക് ഔട്ട് സ്റ്റിക്ക് ദാറ്റ് ഈസ് ലാർജർ അറ്റ് ഓൺ നീഡ്. ഒരച്ചത്ത് കട്ടിയുള്ളതും വലുതുമായ ഒരു വടി. The word the best describe the policeman are. പോലീസുകാരനെ ഏറ്റവും നന്നായി വിവരിക്കുന്ന വാക്കുകൾ എന്തെല്ലാമാണ്? ഇംപ്രസീവ്, കോൺഫിഡൻറ്റ്, കോഷൻ. ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ ആകർഷകൻ, കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ളവൻ, കോഷൻ എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവൻ. What can be inferred about the main the doorway? വാതിൽക്കൽ നിൽക്കുന്ന ആളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാം? അവൻ സമ്പന്നനും ആത്മവിശ്വാസവനും ഉള്ളവനാണ്. He is wealthy and confident. How does the man describe Jimmy Wells? ജിമ്മി ബെൽസിനെ എങ്ങനെ വിവരിച്ചു? ആസ് ഹിസ് ബെസ്റ്റ് ചം ആൻഡ് ദ ഫിറ്റ്നസ് ചാം ഇൻ ദി വേൾഡ്. തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനും ലോകത്തിലെ ഏറ്റവും നല്ല ആളായി. വൈ ഡസ് ദ മാൻ ട്രാവൽ ടു ദി വെസ്റ്റ്? എന്തുകൊണ്ടാണ് ആൾ പശ്ചിമദേശത്തേക്ക് പോയത്? പശ്ചിമദേശം നല്ല അവസരങ്ങൾ നൽകുമെന്ന് വിശ്വസിച്ച് ധനം സമ്പാദിക്കാൻ. To make his fortune, believing the West offered better opportunity. Where did Jimmy Wells and the man grow? In the New York City. ജിമ്മി വെൽസും ആളും എവിടെ വെച്ചാണ് വളർന്നത്? ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച്. Who made promise 20 years ago? What was it? 20 വർഷം മുൻപ് ആരാണ് വാക്ക് കൊടുത്തത്? എന്ത് വാക്കിലായിരുന്നു അത്? ബോബ് ആൻഡ് ജിമ്മി വെൽ
promised to meet a Big Jog Brandy's restaurant 10 p.m. 20 years later. ബോബും ജിമ്മി വെൽസും 20 വർഷങ്ങൾക്ക് ശേഷം രാത്രി 10 മണിക്ക് ബിഗ് ബോ ബ്രാൻഡിയുടെ റെസ്റ്റോറൻറ്റ് മുന്നിൽ കാണുമെന്നാണ് അവർ വാക്കുകൊടുത്തത്. Why did the friends part? എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ പിരിഞ്ഞത്? Bob went west to make his fortune while Jimmy remained in New York. ബോബ് ധനം സമ്പാദിക്കാൻ പശ്ചിമദേശത്തേക്ക് പോയി. ജിമ്മി ന്യൂയോർക്കിൽ തന്നെ നിന്നു. How did the man make his fortune? ആൾ എങ്ങനെയാണ് ധനം സമ്പാദിച്ചത്? He competing with sharp, witted people in the West. പശ്ചിമദേശത്തെ മിടുക്കനായ ആളുകളുമായി മത്സരിച്ചുകൊണ്ട്. Why is the man confident Jimmy will keep his promise? എന്തുകൊണ്ടാണ് ആൾ ജിമ്മി വാക്ക് പാലിക്കുമെന്ന് ആത്മവിശ്വാസമായിട്ടുള്ളത്? Because Jimmy was always loyal and trustworthy. ജിമ്മി എപ്പോഴും വിശ്വസ്തനും വിശ്വാസയോഗ്യനുമായതുകൊണ്ട്. What does the man think of Jimmy Wells? ജിമ്മി വെല്ലിനെ കുറിച്ച് ആൾ എന്താണ് ചിന്തിക്കുന്നത്? He considered Jimmy the most loyal of friends, thought a bit slow. ജിമ്മിയെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായി അവൻ കരുതുന്നു, പക്ഷേ കുറച്ച് മന്ദതയുള്ളവനാണ്. പ്ലോഡർ എന്നും പറയുന്നു. What does the man show to indicate his success? A diamond student watch. തന്റെ വിജയം കാണിക്കാൻ ആൾ എന്താണ് കാണിച്ചത്? വജ്രം പതിച്ച ഒരു വാച്ച്. How long did the man plan to wait? Why did the policeman ask? Half an hour. The policeman asked to test his patient cleaned cloth. എത്ര നേരം കാത്തിരിക്കാൻ ആൾ പദ്ധതിയുണ്ട്? പോലീസുകാരൻ അത് ചോദിച്ചത് എന്തുകൊണ്ട്? അരമണിക്കൂർ അവന്റെ ക്ഷമയും വിശ്വസ്തതയും പരീക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസുകാരൻ ചോദിച്ചത്. What does the man imply about New York vs the West? ന്യൂയോർക്ക് vs പശ്ചിമദേശത്തെ കുറിച്ച് ആൾ എന്താണ് സൂചിക്കുന്നത്? ന്യൂയോർക്ക് makes people dull, while the West sharpen them. ന്യൂയോർക്ക് ആളുകളെ മന്ദഗതിയിലാക്കുന്നു, പക്ഷേ പശ്ചിമദേശം അവരെ മിടുക്കനാക്കുന്നു. ആഫ്റ്റർ 20 years എന്ന കഥ ഹെൻറി എഴുതിയത്. എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമിന് നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. Thank you all.